മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും തനിക്ക് പങ്കില്ലെന്ന് കാട്ടിയാണ് തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി 4-ാം തീയതിയാകും പരിഗണിക്കുക. എസ് വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ SITയുടെയൊക്കെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് തുടർച്ചയായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സമാനമായി തന്നെ മറ്റു പ്രതികൾക്കും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തുടർച്ചയായ ജാമ്യ ഹർജികൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം ഇനി? തീർച്ചയായും രഞ്ജിത്ത്, SITയുടെ ഈ ഒരു മെല്ലപ്പോക്ക് സമീപനം, അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കാനുണ്ടാകുന്ന ഈ ഒരു കാലതാമസമാണ് ഏറ്റവും കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ ഉള്ള ഏറ്റവും വലിയൊരു സാധ്യതയിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, 3 പേർക്ക് ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയിരുന്നു. ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമാണ് തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുക. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടതിനു ശേഷമാകും വിധി പറയാൻ മാറ്റുക. അറസ്റ്റിലായതിനു ശേഷം ഇതുവരെ 2 തവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും കേസിന് ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ സ്വഭാവമുണ്ടെന്നും കൂട്ടുപ്രതികളുടെ സാധ്യത നിലനിൽക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അന്ന് ജാമ്യം നിഷേധിച്ചത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പ്രതികളാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യം ജാമ്യം ലഭിക്കുകയും എന്നാൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അത് ബുധനാഴ്ചയാകും അത് പരിഗണിക്കുക. SIT ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ജാമ്യം ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വിനീഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.